എല്ലാവർക്കും യു കെ എഡ്യൂസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പ്രോസസ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അതിൻ്റെ സിമ്പിൾ പ്രോസസ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രൊഡക്റ്റ് എക്സ് പാസസ് ത്രൂ പ്രൊഡക്റ്റ് എക്സ് റിക്വയർ 3 ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേജസ് ആൻഡ് ആഫ്റ്റർ ദ തേർഡ് പ്രോസസ് ദ പ്രോഡക്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഫിനിഷ്ഡ് സ്റ്റോക്ക്. ഒരു പ്രൊഡക്റ്റ് എക്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. മൂന്നാമത്തെ പ്രോസസ്സിന് ശേഷം ഫിനിഷ്ഡ് സ്റ്റോക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ വാരിയസ് പ്രോസസ് അക്കൗണ്ട് ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. താഴത്തെ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഓരോ പ്രോസസ്സിൻ്റെ അക്കൗണ്ടുമാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് മെറ്റീരിയൽ എല്ലാത്തിനും ടോട്ടൽ ഒരു കോളമുണ്ട്. ദെൻ പ്രോസസ് 1ൻ്റെത് 2ൻ്റെത് ദെൻ 3ൻ്റെത്. അപ്പോൾ അതിൽ ഈ ഡയറക്റ്റ് മെറ്റീരിയൽ ടോട്ടൽ 5000 രൂപയാണ്. പ്രോസസ് 1ൽ 4000, പ്രോസസ് 2ൽ 6000, പ്രോസസ് 3ൽ 400. അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് പ്രോസസ് 3-നകത്തില്ല. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്നാണ് ടോട്ടലാണ് തന്നിട്ടുള്ളത്. ഓരോ പ്രോസസ്സിൻ്റെയും സെപ്പറേറ്റ് എന്നുള്ളത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടില്ല. ഇത്ര ഇൻഫർമേഷനാണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കിയാൽ ക്വസ്റ്റിൻ്റെ അടുത്ത പാർട്ട് നോക്കിയാൽ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ടു ബി അലോക്കേറ്റഡ് ടു ഡിഫറെൻറ്റ് പ്രോസസ് ഓൺ ദ ബേസിസ് ഓഫ് 150% ഓഫ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസിൻ്റെ 150% പ്രോസസ് 1ലും പ്രോസസ് 2ലും പ്രോസസ് 3ലുമില്ല പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്നുള്ളത്. പിന്നെ പ്രൊഡക്ഷൻ ആ ഒരു പീരീഡിനകത്തുള്ള പ്രൊഡക്ഷൻ എന്നുള്ളത് 200 യൂണിറ്റാണ് പ്രൊഡക്ഷൻ എന്നുള്ളത് ക്വസ്റ്റിനകത്ത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് പ്രോസസ് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രോസസ്സിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇത് ഫസ്റ്റ് പ്രോസസ്സ് നോക്കിയാൽ ആ ഫസ്റ്റ് പ്രോസസ്സിനകത്ത് അതിനകത്ത് ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്നുള്ളത് 150% ഓഫ് ഡയറക്റ്റ് വേജസ് ആയിരിക്കും. അതായത് ഡയറക്റ്റ് വേജസ്, ഇവിടെ ഡയറക്റ്റ് വേജസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ ഉള്ളത് 1500 ഈ 1500ൻ്റെ 150% പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്നുള്ളത്. അതേപോലെ തന്നെ ഈ 1600ൻ്റെ 150% പ്രോസസ് സെക്കൻഡിൽ വരുന്ന പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്നുള്ളത്. അതുപോലെ 900ൻ്റെ 150% ആയിരിക്കും പ്രോസസ് 3-നകത്ത് വരുന്ന പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. അപ്പോൾ നമ്മളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് വളരെ എളുപ്പത്തിൽ പ്രോസസ്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നമുക്ക് എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇതവിടെ പ്രോസസ് 1ൻ്റെ അക്കൗണ്ട്. പ്രോസസ് 1ൻ്റെ അക്കൗണ്ട് എന്നുള്ളത് ഇതെല്ലാം ക്വസ്റ്റിനൊക്കെ തന്നിട്ടുള്ള എമൗണ്ടാണ്. ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ യൂണിറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നില്ല. ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ റുപ്പീസിൻ്റെ വാല്യൂ 4000 എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എമൗണ്ടാണ്. ദെൻ ഡയറക്റ്റ് ലേബർ നമ്മൾ എവിടെ എഴുതുന്നു, ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളതും എഴുതുന്നു. ദെൻ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്നുള്ളത് 150% ആണ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് 1500ൻ്റെ 150% കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ യൂണിറ്റ് കോളം അതോടൊപ്പം തന്നെ ഈ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുന്നു. 200 യൂണിറ്റ് 8250. ഇതാണ് പ്രോസസ് 1ലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ഇത് നമ്മൾ ക്രെഡിറ്റ് ഭാഗത്തും ഈ എമൗണ്ട് എഴുതുന്നു. എന്നിട്ട് ഇത് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് പ്രോസസ് സെക്കൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എത്രയാണ് എമൗണ്ട്? 200 8250 എമൗണ്ട് എന്നുള്ളത്. ഓക്കെ, ദെൻ ഓരോ പ്രോസസ്സിനകത്തും നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 8250 ഡിവൈഡ് ബൈ 200 41.25 ആണ് അവിടെ വരുന്ന കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. ഓക്കെ, ദെൻ നമ്മൾക്കിത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നോക്കുമ്പം ഇവിടെ ഫസ്റ്റ് പ്രോസസ്സിനകത്ത് ഉള്ള ട്രാൻസ്ഫർ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണ്? സെക്കൻഡ് പ്രോസസ്സിലേക്ക് 200 യൂണിറ്റ് ഉണ്ട്, 8250 ആണ്. ഇതാണ് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിൽ ആദ്യമായിട്ട് എഴുതുന്നത്. 200 യൂണിറ്റ് 8250 എന്നുള്ളത് എന്താണ് അതിൻ്റെ എമൗണ്ട് എന്നുള്ളത്. ഓക്കെ, ദെൻ അതിന് ശേഷം നമ്മൾ അത് ആ പ്രോസസ് സെക്കൻഡിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഴുതുന്നു. അതായത് 800 ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഡയറക്റ്റ് ലേബർ 1600 ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് 300 ഉണ്ട്. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനകത്ത് നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രോസസ് അക്കൗണ്ടിലേക്ക് എഴുതാവുന്നതാണ്. ദെൻ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് 150% ആണ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്നുള്ളത്.
അത് ഇവിടെ വരുന്നത് 1600 150% ആണ് വരുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ യൂണിറ്റ് കോളും അതോടൊപ്പം തന്നെ എമൗണ്ട് കോളും ടോട്ടൽ ചെയ്യുന്നു. ദെൻ അത് നമ്മൾ ക്രെഡിറ്റ് ഭാഗത്തേക്ക് എഴുതി വെക്കുന്നു. അതായത് 200 യൂണിറ്റ് 13,150 എമൗണ്ട് വരുന്നുണ്ട്. ദെൻ ഇതാണ് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് പ്രോസസ് 3 അക്കൗണ്ടിലേക്ക് വരുന്ന 200 യൂണിറ്റ്സ് 13,150 എന്നുള്ളത് എന്താണ് എമൗണ്ട് എന്നുള്ളത്. ഇനി ഈ പ്രോസസ് സെക്കൻഡിനകത്ത് നമ്മൾ എന്ത് വേണം, കോസ്റ്റ് പെർ യൂണിറ്റ് കോസ്റ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് 65.75 എന്നുള്ളത്. ഓരോ പ്രോസസ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് പ്രോസസ് അക്കൗണ്ട് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ. ദെൻ നെക്സ്റ്റ് പ്രോസസ്സ്, അതായത് പ്രോസസ് 3 അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പ്രോസസ് 1 അക്കൗണ്ടിനകത്ത് നമുക്ക് കിട്ടിയ പ്രോസസ് 2 അക്കൗണ്ടിനകത്തുള്ള നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഈ എമൗണ്ടാണ് പ്രോസസ് 3 അക്കൗണ്ടിനകത്തേക്ക് നമ്മൾ ആദ്യം എഴുതുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. ദെൻ ഇവിടെ വരുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബർ ഉണ്ട്. ദെൻ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് 150% പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഉണ്ട്. എല്ലാം ഒരേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രോസസ് 1ൻ്റെ അക്കൗണ്ട് കൃത്യമായിട്ട് ചെയ്യാൻ മനസ്സിലാക്കിയാൽ പ്രോസസ് 2നും 3നും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ യൂണിറ്റ് ടോട്ടൽ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ ലാസ്റ്റ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് പ്രോസസ്സിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ വരുന്നത് 200 യൂണിറ്റാണ്, 15,800 എന്നുള്ളതാണ് എമൗണ്ടാണ്. ദെൻ അതിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതേ പ്രോസസ് 3ൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്രോസസ് അക്കൗണ്ടിൻ്റെ പ്രോബ്ലമാണിത്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കാം. താങ്ക് യു.